ലീസ വളരെയധികം ഫാറ്റിയാണെന്ന് പറഞ്ഞ് അവളുടെ ബോയ് ഫ്രണ്ട് അവളെ ചീറ്റ് ചെയ്ത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനൊപ്പം റിലേഷനിലാവുന്നു. ഹാർട്ട് ബ്രേക്കിംഗ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ വിവാഹത്തിന് ലീസയെ ഇൻവൈറ്റ് ചെയ്യുന്നു. സങ്കടമുണ്ടായിരുന്നെങ്കിലും ലീസ അവരുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം ലീസ മറ്റൊരാളെ മീറ്റ് ചെയ്യുന്നു. ആക്ച്വലി അയാൾ തിരിച്ചുവരവിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഫെയിൽ ആയ ഒരു ബോക്സറാണ്. അപ്പോൾ അവൻ നന്നായി മദ്യപിച്ചൊരു ദിവസം അവർ രണ്ടുപേരും ക്ലോസ് ആവുന്നു. അടുത്ത ദിവസം രാവിലെ ഹോൺ എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ എഴുന്നേറ്റവൾ മുഖം കഴുകിയിട്ട് വീണ്ടും പോയി കിടക്കുന്നു. കാരണം അവൻ ഉണരുമ്പോൾ അവൾ സുന്ദരിയായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അതിശയകരമായി ഹോൺ അവളെ കണ്ട് ഷോക്കാവാതെ ഇനി മുതൽ അവൾക്കൊപ്പം താമസിക്കാൻ പോകുന്നതായി പറയുന്നു. അത് കേട്ടതും ലീസ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം ആദ്യമായി അവൾക്ക് ആരോ ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നു. അതിനുശേഷം ലീസ അവനെ സിൻസിയറായി കെയർ ചെയ്യാൻ തുടങ്ങുന്നു. ബോക്സിംഗ് അവന്റെ സ്വപ്നമായതുകൊണ്ട് കോമ്പറ്റീഷനിൽ ചാൻസ് കിട്ടുന്നതിനായി അവനറിയാതെ അവളുടെ എല്ലാ സേവിങ്സും ചെലവാക്കുന്നു. അതിനുശേഷം ഹോൺ സെലക്ട് ആയെന്ന് പറയുമ്പോൾ അവൾക്ക് ഒന്നും അറിയാത്തതുപോലെ ആക്ട് ചെയ്ത് അവൾ മനസ്സിലത് ആഘോഷിക്കുന്നു. പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹോണിന് വെയിറ്റ് കുറവായതുകൊണ്ട് വെയിറ്റ് കൂട്ടിയേ മതിയാവൂ. അതുകൊണ്ട് ലീസ വർക്കിനൊപ്പം ഓവർ ടൈമും വർക്ക് ചെയ്ത് അവൻ ആവശ്യമായ എല്ലാം ചെയ്തു കൊടുക്കുന്നു. അതുകൊണ്ട് ഓരോ ദിവസം അവസാനിക്കുമ്പോഴും ലീസ തളർന്നു പോകുന്നു. പക്ഷേ ഹോണിന്റെ ഫേസ് കാണുമ്പോൾ അവളുടെ ക്ഷീണമെല്ലാം മാറുന്നു. അതിനുശേഷം ലീസയുടെ എഫേർട്ട് കാരണം ഹോൺ ഒരുവിധത്തിൽ ആവശ്യമായ വെയിറ്റിലെത്തുന്നു. അതിൽ സന്തോഷം തോന്നിയവൻ ലീസയെ എടുത്ത് കറക്കുന്നു. നോക്കുമ്പോൾ അവൻ ഓരോ പ്രാവശ്യം കറക്കുമ്പോഴും ലീസയുടെ കാല് ഇടിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും അപ്പോഴത്തെ സന്തോഷം കാരണം അവൾക്കതൊരു വലിയ വേദനയായി തോന്നുന്നില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ ആ സന്തോഷം ഇല്ലാതാവുന്നു. ഒരു ദിവസം അവൾ ഹോണിന് ഫുഡുമായി വരുമ്പോൾ അവന്റെ എതിരാളിയുടെ കോച്ച് അവൻ ഗെയിമിൽ തോറ്റു കൊടുക്കുന്നതിനായി കാശ് കൊടുത്തിട്ട് പോകുന്നു. അത് കണ്ട് ഷോക്കായ ലീസ സ്വപ്നത്തെക്കാൾ കാശ് വലുതല്ലെന്ന് പറയുന്നു. പക്ഷെ ഹോൺ അതിന് കാശിനേക്കാൾ മറ്റൊന്നും വലുതല്ലെന്ന് പറഞ്ഞ് അവളെ പുറത്തു പോകാൻ പറയുന്നു. അതുമാത്രമല്ല അവൾ പുറത്തുള്ളതറിയാതെ അവൾ എന്റെ ഗേൾഫ്രണ്ട് ഒന്നുമല്ല, എന്റെ നാനിയാണെന്ന് പറഞ്ഞ് അവളുടെ മനസ്സ് തകർക്കുന്നു. അതുകൊണ്ട് പൂർണ്ണമായും തകർന്നു പോയവൾ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നു. പക്ഷെ അവൾ വെറുക്കുന്ന അവളുടെ വണ്ണം അവൾക്കൊന്നും സംഭവിക്കാതെ അവളെ രക്ഷിക്കുന്നു. അതിനുശേഷം നടന്ന കാര്യങ്ങൾ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബോക്സിംഗ് പോസ്റ്റർ അവൾ കാണുന്നു. അടുത്ത ദിവസം തന്നെ ആ വേദനയിൽ നിന്ന് പുറത്തു വരുന്നതിനായും അവൾ ആരാണെന്ന് പ്രൂവ് ചെയ്യുന്നതിനും അവൾ ആ ബോക്സിംഗ് കോൺടെസ്റ്റിൽ ജോയിൻ ചെയ്യുന്നു. പക്ഷെ അവൾ ഓവർ വെയിറ്റ് ആയതുകൊണ്ട് അവളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുന്നു. എന്നാലും ലീസ പ്രതീക്ഷ കൈവിടാതെ അപ്പോൾ മുതൽ കഠിനമായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നു. ഓരോ ദിവസവും കൂടുതൽ സമയം ട്രെയിനിങ്ങിനായി യൂസ് ചെയ്യുന്നു. അതേസമയം അവളുടെ ആപ്ലിക്കേഷനും റിജക്ട് ആയിക്കൊണ്ടിരിക്കുന്നു. എന്നാലും നിർത്താതെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നവൾ ഏകദേശം 1 വർഷം കഴിഞ്ഞ് വെയിറ്റ് കുറച്ച് പുതിയൊരാളായി മാറുന്നു. അവസാനം ആ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ അവൾക്ക് ചാൻസ് കിട്ടുന്നു. പക്ഷെ ജയിക്കുന്നതിന് മുൻപ് തന്നെ അവൾ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം ജീവിതത്തിൽ ആദ്യമായി മറ്റുള്ളവർക്ക് വേണ്ടിയല്ലാതെ തനിക്ക് വേണ്ടി അവൾ ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്.